കാളിദാസൻ്റെ മേഘദൂതത്തിന് തിരുനല്ലൂർ കരുണാകരൻ്റെ ഭാഷാപരിഭാഷ. പൂർവമേഘം 51 മുതൽ 63 വരെയുള്ള പദ്യങ്ങൾ. പൂർവമേഘത്തിൻ്റെ അവസാന ഭാഗമാണ് ഇത്. തുടർന്ന് മൂലശ്ലോകങ്ങളും അവയ്ക്ക് കുട്ടിക്കൃഷ്ണമാരാരുടെ ഗദ്യപരിഭാഷയും. മേനിപാതിയും മേലായി വിലങ്ങനെ വാനിൽ നിന്നൊരു വിണ്ണാനമാതിരി ചില്ലൊളിത്തെളിവെള്ളം ഉൾക്കൊള്ളുവാൻ മെല്ലെ നീ ചെന്നിറങ്ങാനൊരുങ്ങുകിൽ നീടെഴും നീരൊഴുക്കതിൽ നിന്നിഴൽ പാടുപെട്ടെന്നു ചിന്നിപ്പരക്കയാൽ ഇങ്ങു ദൂരെയും പാർത്താൽ കളിന്തജാസംഗ സൗഭഗം ഗംഗയ്ക്കു കൈവരും. മാനുകൾ മെയ്യുരുമ്മവേ പാറമേൽ വീണ കസ്തൂരിയാൽ മണം പാറിയും മഞ്ഞണിഞ്ഞു വെളുത്തുമുണ്ടപ്പുറം ഗംഗ പൊട്ടിപ്പുറപ്പെട്ട പർവ്വതം. അക്കൊടുമുടിത്തുമ്പത്തു പറ്റി നീ അധ്വഖേദം നയിക്കാനിരിക്കവേ ശുഭ്രരുദ്രവൃഷോദ്ഘാത പങ്കമോടൊപ്പമാകും അഴകു നീയാർന്നിടും. ദേവതാരങ്ങൾ കാറ്റത്തുലഞ്ഞുരഞ്ഞാവനങ്ങളിൽ പാറുന്ന തീപ്പൊരി നീളെ വെള്ളച്ചമരിമാൻ വാൽകളിൽ ആളി വീണൊരു കാട്ടുതീയാവുകിൽ ചീർത്തു പെയ്യുന്ന പേമാരിയാലയത്തീകെടുത്തിയൻ ചങ്ങാതി തീർക്കണം. അല്ലലിൽ പെടുന്നോരെ തുണയ്ക്കുവാനല്ലി സമ്പത്തണയ്ക്കുന്നു നല്ലവർ. കണ്ടു നീ മാറി നിന്നാകിലും ചിനം കൊണ്ടു ചാടിടും 8 അടിമാനുകൾ തോഴനെ കടന്നാക്രമിക്കാം. സ്വയം പാഴുടലിനു കേടുപറ്റിടുവാൻ കട്ടിയേറിടുമാലിപ്പഴങ്ങൾ തൻ വൃഷ്ടിയാലാട്ടിയോടിക്കവറ്റയെ ആർത്തു വേണ്ടാത്ത വേലക്കിറങ്ങിയാൽ ആർക്കു പറ്റാതിരിക്കും പരാജയം. അങ്ങു കാണാം പതിഞ്ഞൊരു പാറമേൽ അർദ്ധചന്ദ്രാവതംസന്റെ തൃക്കഴൽ. ഭക്തിയാൽ താണു നീ വലം വയ്ക്കണം, സിദ്ധരെപ്പോഴും അർച്ചിക്കുമപ്പദം. പാവനമതു കാണുന്ന മാത്രയിൽ പാപമെല്ലാം അകലുവോരാസ്തികർ കൈവരിക്കുന്നു ദേഹം നശിക്കവേ ശൈവപാർഷദരേലും സ്ഥിരപദം. തെന്നലുള്ളിൽ നിറഞ്ഞു മധുരമായി നിന്നു മൂളുന്നു പൊന്മുളം കാടുകൾ. സംഘമായി ചേർന്നു പാടുന്നു കിന്നരമംഗമാർ മുപ്പുരാരിതൻ ഗാഥകൾ. നിൻമുഴക്കവും ഒപ്പം മൃദംഗമായി കന്ദരങ്ങളിൽ മാറ്റൊലിക്കൊള്ളുകിൽ നൂനമേണാംഗമൗലിതൻ ദിവ്യസംഗീതമെല്ലാം തികഞ്ഞതായി തീർന്നിടും. പിന്നെ മാമലത്താഴ്വര കാഴ്ചകൾ പിന്നിലാക്കിയ ക്രൗഞ്ചരന്ധ്രം വഴി രാജഹംസപ്രവേശം അതു ഭൃഗുരാമനേലും പുകഴിൻ വഴിയുമാം. മാബലിയച്ച വിട്ടാനുയർത്തിടും മാധവശ്യാമപാദം കണക്കുടൻ നീ വടക്കോട്ടു പോണം വിലങ്ങനെ നീളമാർന്നു വിളങ്ങുന്ന മെയ്യുമായി. മേലണഞ്ഞാൽ ദശാസ്യഭുജങ്ങളാൽ ചോടുലഞ്ഞുള്ള കൈലാസ സാനുമാൻ തോഴനാതിഥ്യമേകിടും വിഷ്ടപയോഷമാർക്കൊരു ദർപ്പണമായവൻ. വിണ്ണിലാമ്പലിൻ തൂവെണ്മയാർന്ന ശൃംഗോന്നതികളാൽ വ്യാപിക്കുവോനിവൻ. അഷ്ടമൂർത്തിയാം ദേവന്റെ എന്നുമുള്ളട്ടഹാസങ്ങൾ രാശീഭവിച്ചതോ. മിന്നുമാഞ്ജനം പൊട്ടിച്ചതിന്നിറം ചിന്നിടുന്ന നീ മേൽത്തട്ടിലെത്തവേ ആനതൻ കൊമ്പടർത്തിപ്പൊളിച്ച ഗൗരാഭകോലും മലയ്ക്കുടൻ കൈവരും. തോളിലാലോല നീലദുകൂലമൊന്നേലുമാ ബലരാമന്റെ സൗഭഗം. കണ്ണൊരൽപ്പം ചലിപ്പിച്ചിടാതെ താൻ കണ്ടുകൊള്ളേണ്ട കാഴ്ചയല്ലോ സഖേ.
നീലകണ്ഠൻ ഭുജംഗമകങ്കണം നീക്കി നീട്ടിയ കൈ പിടിച്ചങ്ങനെ പാർവതീദേവി ലീലാഗിരിക്കുമേൽ പാദചാരേണ പോകുന്നുവെങ്കിലോ ചേണിലുള്ളിലെ തണ്ണീരുറഞ്ഞു മെയ് ചേവടിപ്പടിച്ചർത്താക്കി മാറ്റി നീ അംബികയ്ക്കാ മണിത്തറയേറുവാൻ മുൻപിൽ നീങ്ങുന്ന സോപാനമാകണം. വിൺകുമാരിമാർ കൈവളക്കോണുകൾ നിൻ പുറത്തിട്ടുരച്ചുടൻ തീർച്ചയായി വെള്ളമെല്ലാം ഒലിപ്പിച്ചു വെള്ളിനീർ തുള്ളിടും യന്ത്രമാക്കിയിടുമങ്ങയെ. തന്വിമാർ ചൂടുകാലത്തു കിട്ടിയ നിന്നെ വിട്ടയക്കില്ലെന്നിരിക്കിലോ കാതഴൽപ്പെടുമൊച്ചയാല കളിക്കാരിമാരെ നീ പേടിപ്പെടുത്തണം. പൊൻകമലങ്ങൾ പൂക്കുന്ന മാനസപ്പൊയ്കതൻ തെളിനീരകത്താക്കിയും നെറ്റിമേൽ പട്ടമേന്തിയ കൗതുകം ചെറ്റുനേരമാനാൽ കൊമ്പനേകിയും നല്ല കൽപ്പക പൊൻതളിർപ്പട്ടു നീർത്തുള്ളി പാറുന്ന കാറ്റാൽ പറത്തിയും ഛായമാറും നിനക്കുല്ലസിച്ചിടാം സ്ഫാടിക പ്രഭാശുഭ്രമാമദ്രിയിൽ. തൻ പ്രിയന്റെ പോൽ പർവ്വതത്തിൻ്റെ ഉത്സംഗമാർന്നൂർന്ന ഗംഗാശുഖത്തോടെ ലാലസിക്കും അളകയെ കാണവേ കാമചാരി നീ ഓരാതിരുന്നിടാ. മാനമമ്പേ മറയും നിലകളാർന്ന നഗരിയാൾ പെയ്യുന്ന നിങ്ങളെ മുത്തുഞ്ഞാലും കുറുനിരച്ചാർത്തൊരു മുഗ്ധ പോൽ മഴക്കാലത്തണഞ്ഞിടും. തസ്യാഹ പാതും സുരഗജൈവ വ്യോംനി പൂർവാർദ്ധലംബി ത്വം ചേദച്ഛസ്ഫടിക വിശദം തർക്കയേ സ്ഥിര്യഗംഭഃ സംസർപ്പന്ധ്യാ യദി സപതി ഭവതഃ സ്രോതസിച്ഛായയാസൗ സ്യാദസ്ഥാനോപഗത യമുനാ സംഗമേവാഭിരാമ. അതിലെ തെളിച്ചിലിനൊപ്പം തൂമയാർന്ന നീർ നുകരുവാൻ വേണ്ടി താങ്കൾ വാനിൽ ഒരു വിണ്ണാനെപ്പോലെ പിന്നുടലിലൂന്നി വിലങ്ങി നിന്നു നോക്കിക്കാണുമെങ്കിൽ പെട്ടെന്ന് പ്രവാഹത്തിൽ പകരുന്ന താങ്കളുടെ നിഴൽ കൊണ്ട് അവൾ അസ്ഥാനത്തു വന്നു ചേർന്ന യമുനാസംഗമം കൊണ്ടെന്ന പോലെ അഴകിയെന്നവളാകും. ആസീനാനാം സുരഭിതശിലം നാഭിഗന്ധൈർമൃഗാണാം തസ്യായേവ പ്രഭവമചലം പ്രാപ്യ ഗൗരം തുഷാരൈഃ വക്ഷ്യസധ്വശ്രമവിനയനേ തസ്യ ശൃംഗേ നിഷണ്ണഃ ശോഭാം ശുഭ്രതൃനയന വൃഷോദ്ഘാത പങ്കോപമേയം. അവളുടെ ഉൽപ്പത്തിസ്ഥാനവും ഇരുന്നുപോയ കസ്തൂരി മൃഗങ്ങളുടെ നാഭീഗന്ധം കൊണ്ട് പാറകളിൽ പരിമളം പൂണ്ടതും മഞ്ഞിൻ പരപ്പുകൊണ്ട് വെളുത്തതുമായ പർവ്വതത്തിൽ ചെന്നിട്ട് വഴിത്തളർച്ച പോക്കുവാൻ അതിൻ്റെ കൊടുമുടിമേലിരിക്കുന്ന താങ്കൾ മുക്കണ്ണരുടെ വെൺകാള കുത്തിയേന്തിയ ചളിയോട് വമിക്കാവുന്ന അഴക് തേടും. തം ചേദ്വായൗ സരതി സരളസ്കന്ധ സങ്കട്ട ജന്മ ബാധേതോൽക്കാക്ഷപിതചമരീ ബാലഭാരോദവഗ്നിഃ അർഹസ്യേനം ശമയിതുമലം വാരിധാരാ സഹസ്രൈഃ ആപന്നാർത്തിപ്രശമനഫലാഃ സമ്പദോക്യുത്തമാനം. കാറ്റടിക്കുമ്പോൾ ചരളക്കവരകൾ തമ്മിൽ ഉരസിയുണ്ടായ കാട്ടുതീ കനൽപ്പൊരി കൊണ്ട് ചമരിമാനുകളുടെ കനത്ത വാൽ മുടിച്ചുകൊണ്ട് ആ പർവ്വതത്തിനെ പിടികൂടുകയാണെങ്കിൽ താങ്കൾ അതിനെ 1000 നിർധാരകൾ കൊണ്ട് അമ്പേ കെടുത്തി വിടേണ്ടതാണ്. ഉത്തമന്മാർക്ക് സമ്പത്തുണ്ടാകുന്നതിൻ്റെ ഫലം ആപത്തിൽപ്പെട്ടവരുടെ സങ്കടം തീർത്തു കൊടുക്കുകയാണല്ലോ. ഏ സംരംഭോത്പതനരഭസാഹ സ്വാംഗഭംഗായ തസ്മിൻ മുക്താധ്വാനസപതി ശരഭാലംഘയേയുർഭവന്തം താൻ കുർവീധാസ്തുമുലകരകാവൃഷ്ടിഹാസാവകീർണാൻ കേവാനസ്യു പരിഭവപദം നിഷ്ഫലാരംഭയത്നാഃ. സ്വന്തം ശരീരത്തിന് കേടുപറ്റാൻ മാത്രം താങ്കളെ കണ്ടു കോപിച്ച് ചാടുന്ന 8 അടി മാനുകളെ ഒന്ന് ശ്രദ്ധിക്കുക. ആലിപ്പഴ വർഷം കൊണ്ട് അവയെ ആട്ടിയോടിച്ചുകൊള്ളുക. ആർക്കും വേണ്ടാത്ത ജോലിക്ക് ഇറങ്ങുന്നവർക്ക് പരാജയം പറ്റാതെ പിന്നെ എന്തു ചെയ്യും? തത്ര വ്യക്തം ദൃശതി ചരണന്യാസമർദ്ധേന്ദുമൗലേഃ
ശശ്വൽ സിദ്ധരൂപഹൃതബലിം ഭക്തിനമ്രപരീയാഃ യസ്മിൻ ദൃഷ്ടേ കരണവിഗമാദൂർധമുദ്ധൂതപാപാഃ കൽപ്പിഷ്യന്തേ സ്ഥിരഗണപദപ്രാപ്തയേ ശ്രദ്ധദാനാഃ. അവിടെ ഒരു പാറമേൽ തെളിഞ്ഞു കിടക്കുന്നതും എപ്പോഴും സിദ്ധന്മാർ പൂജയർപ്പിച്ചു പോരുന്നതുമായ തിങ്കൾക്കലാധരന്റെ തൃക്കാലടിപ്പാടിനെ താങ്കൾ ഭക്തിയാൽ കിഴിഞ്ഞ് പ്രദക്ഷിണം വയ്ക്കണം. അതൊന്നു കണ്ടാൽ തന്നെ പാപമകന്ന ആസ്തികന്മാർ ശരീരനാശത്തിനു ശേഷം സ്ഥിരമായ ശിവപാർഷദ സ്ഥാനം പ്രാപിപ്പാൻ തക്കവരായി ചമയുന്നു. ശബ്ദായന്തേ മധുരമനിലേഹിക്കീചകാപൂര്യമാണാഃ സംരക്താഭിസ്ത്രിപുരവിജയോ ഗീയത്തെ കിന്നരീഭിഃ നിർഹാദീതേ മുരജൈവ ചേൽക്കന്തരേഷു ധ്വനി സ്യാൽ സംഗീതാർത്ഥോ നനു പശുപതേസ്തത്ര ഭാവീ സമഗ്രഃ. കാറ്റു വന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്ന തുളമുളകൾ മധുരമായി മൂളുന്നു. കണ്ഠം തെളിഞ്ഞ കിന്നര സ്ത്രീകൾ ത്രിപുര വിജയം പാടുന്നു. ഗുഹകളിൽ അലച്ചു മുഴങ്ങുന്ന താങ്കളുടെ ഇടിയൊലി കൂടി മുരശുവാദ്യം പോലെയുണ്ടായാൽ അവിടെ പശുപതിക്കുള്ള സംഗീത വസ്തുക്കൾക്കുള്ള തികവും വരുമല്ലോ. പ്രാലേ അദ്രേരുപതടമതിക്രമ്യ താം സ്ഥാൻ വിശേഷാൻ ഹംസദ്വാരം ഭൃഗുപതി യശോവത്മയൽ ക്രൗഞ്ചരന്ധ്രം തേനോദീചിം ദിശമനുസരസ്തിര്യഗായാമശോഭി ശ്യാമപാദോ ബലിവിമഥനാഭ്യുദ്ധതസ്യൈവ വിഷ്ണോഃ. മഞ്ഞുമലയുടെ താഴ്വാര പ്രദേശത്തുള്ള അതതു വിശേഷങ്ങളെല്ലാം കടന്നിട്ട് ഭാർഗവരാമന്റെ കീർത്തിയുടെ വഴിയും ഹംസങ്ങളുടെ പഴുതുമായ ആ ക്രൗഞ്ചരന്ധ്രമുണ്ടല്ലോ, അതിലൂടെ മഹാബലിയെ അമർത്തുവാൻ ഒരുമ്പെട്ട വിഷ്ണുവിൻ്റെ നീലച്ച തൃക്കിഴൽ എന്ന പോലെ വിലങ്ങനെ നീണ്ട വടിവ് കൊണ്ട് വടക്കോട്ട് ചെല്ലുക. ഗത്വാ ചോർദ്ധം ദശമുഖഭുജോച്ഛ്വാസിത പ്രസ്ഥസന്ധേഃ കൈലാസസ്യ ത്രിദശവനിതാദർപ്പണസ്യാതിഥിസ്യാഃ ശൃംഗോച്ഛ്രായൈഃ കുമുദവിശദൈര്യോ വിദത്യസ്ഥിതഖം രാശീഭൂതഃ പ്രതിദിനമിവ ത്രയംബകസ്യട്ടഹാസഃ. അങ്ങനെ ചെന്നാലോ രാവണന്റെ കൈകളാൽ താഴ്വരക്കെട്ടു ഞെരിഞ്ഞതും വിൺമംഗമാരുടെ കണ്ണാടിയുമായ കൈലാസത്തിന്റെ അതിഥിയാവാം. ആമ്പൽപ്പൂ വെണ്മ പൂണ്ട കൊടുമുടികളുടെ ഉയർച്ച കൊണ്ട് ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന അത് നാൾതോറും കൂമ്പാരം കൂടുന്ന മുക്കണ്ണരുടെ പൊട്ടിച്ചിരി പോലിരിക്കുന്നു. ഉത്പശ്യാമി ത്വയി തടഗതേ സ്നിഗ്ധ ഭിന്നാഞ്ജനാഭേ സദ്യകൃത്തദ്വിരദശനച്ഛേദ ഗൗരസ്യ തസ്യ ശോഭാമദ്രേ സ്ഥിമിതനയന പ്രേക്ഷണീയം ഭവിത്രീം അംസന്യസ്തേ സതി ഹലഭൃതോ മേജകേ വാസസീവ. പൊട്ടിച്ച അഞ്ജനക്കട്ടയേതുപോലെ മിനുത്ത നിറം പൂണ്ട താങ്കൾ അപ്പോൾ മുറിച്ച ആനക്കൊമ്പിൻ മുറി പോലെ വെളുത്ത പർവ്വതത്തിന്റെ അരുപറ്റി നിൽക്കുമ്പോൾ കറുത്ത വസ്ത്രം ബലരാമന്റെ ചുമലിലിട്ടാലത്തെ പോലെ ഉണ്ടാവാനിരിക്കുന്ന കണ്ണിമയ്ക്കാതെ നോക്കിക്കാണേണ്ടുന്ന അഴകിനെ ഞാനിപ്പോൾ ഉൽപ്രേക്ഷിക്കുന്നു. ഹിത്വാ തസ്മിൻ ഭുജഗവലയം ശംഭുനാ ദത്തഹസ്ത ക്രീഡാശൈലേ യതി ച വിചരേൽ പാദചാരേണ ഗൗരീ ഭംഗീ ഭക്ത്യാ വിരചിതവപുസ്തംഭിതാന്തർജലൗഘഃ സോപാനത്വം കുരുമണിതടാരോഹണായ അഗ്രയായി. അവിടെ ക്രീഡാശൈലത്തിൽ പരമേശ്വരൻ പാമ്പിൻ വള മാറ്റിവെച്ച് നൽകിയ കൈത്തണ്ടയും പിടിച്ചുകൊണ്ട് പാർവതി കാൽനടയായി സഞ്ചരിക്കുന്നുണ്ടെങ്കിലോ താങ്കൾ ഉൾനീർ കട്ടിയാക്കി ഉടൽ അടുക്കടുക്കാക്കി മടക്കി മുമ്പേ നടന്നുകൊണ്ട് പാർവതിക്ക് മണിമയ തടങ്ങളിലേറുവാൻ പടവായി നിന്നുകൊടുക്കണം. തത്രാവശ്യം വലയകുലിശോദ്ഘട്ടനോദ്ഗീർണതോയം നേഷ്യന്തി ത്വാം സ്വരയുവതയോ യന്ത്രധാരാഗൃഹത്വം താഭ്യോ മോക്ഷസ്തവ യതി സഖേ കർമ്മലബ്ധസ്യ ന സ്യാൽ ക്രീഡാലോലാ ശ്രവണപരുഷിർഗർജിതൈർഭായയസ്താഃ. അവിടെ തീർച്ചയായും ഉമ്പർ പെൺകൊടിമാർ താങ്കളെ കൈവള വജ്രങ്ങളെ കൊണ്ട് തട്ടിത്തുളച്ച് വെള്ളം ചോർത്തി യന്ത്രധാരാഗൃഹമാക്കി നിർത്തിക്കളയും. തോഴരെ, വേനൽക്ക് കയ്യിൽ കിട്ടിയ താങ്കളെ അവർ വിടുവാൻ ഭാവമില്ലെന്ന് വന്നാൽ ആ കളിമ്പക്കാരികളെ ചെവിചുളിക്കുന്ന ഇടിയൊലികൾ കൊണ്ട് പേടിപ്പെടുത്തി വിട്ടേക്കുക. ഹേമാംഭോജപ്രസവിസലിലം മാനസസ്യ ദദാനഃ കുർവൻ കാമാക്ഷണമുഖപടപ്രീതിമൈരാവതസ്യ ധുന്വൻ കൽപദ്രുമകിസലയന്യംശുഗാനീവ വാദൈഃ നാനാചേഷ്ടൈർജലതലളിതൈർനിർവിശോസ്തം നഗേന്ദ്രം.
മാനസ സരസിലെ പൊന്താമരപ്പൂ ഉളവാക്കുന്ന നീർ എടുത്തുകൊണ്ടും വേണമെങ്കിൽ ഐരാവതത്തിന് ഉത്സവത്തിലെ നെറ്റിപ്പട്ടം കിട്ടിയാലത്തെ സന്തോഷം നൽകിക്കൊണ്ടും കൽപ്പവൃക്ഷത്തളിരുകളായ പൂമ്പട്ടുകളെ സ്വന്തം കാറ്റുകളാൽ പാറിച്ചുകൊണ്ടും ഇങ്ങനെ പലതും കാട്ടിക്കൊണ്ടുള്ള കളികളുമായി നീർമുകിലെ ആ പർവ്വതോത്തമനെ അനുഭവിച്ചു കൊള്ളുക. തസ്യോത്സംഗേ പ്രണയിനൈവസ്തത്ര ഗംഗാതുകൂലം നത്വം ദൃഷ്ട്വാ ന പുനരളകാം ജ്ഞാസ്യസേ കാമചാരിൻ യാവക്കാലേ വഹതി സലിലോദ്ഗാരമുച്ചൈർവിമാന മുക്താജാലഗ്രഥിതമളകം കാമിനീവഭ്രവൃന്ദം. ഒരു കാമുകൻ്റെ എന്ന പോലെ അതിൻ്റെ മടിയിൽ ഗംഗയാകുന്ന പൂന്തുകിൽ ഇഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അളകയെ കണ്ടാൽ കാമചാരിയായ താങ്കൾ അറിയാതെ പോയെന്ന് വരില്ല. അവൾ ഉയരം കൂടിയ 7 നില മാളികകളെ കൊണ്ട് നിങ്ങളുടെ കാലത്ത് വർഷത്തിൽ പെയ്തും കൊണ്ട് നിൽക്കുന്ന കാർനിരയെ ഒരു കാമിനി മുത്തുപ്പട്ടം ചാർത്തിയ കുറുനിരയെ എന്ന പോലെ ധരിച്ചരുളുന്നു.